ദൂരെ നിന്ന്. ഹലോ, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം കാണിക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മളെ നാട്ടിൽ, നമ്മളെ കണ്ണൂർ ജില്ലയിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ആഫ്രിക്കൻ ഉച്ചി എന്ന് പറയുന്ന ഒരു ഉച്ചി വന്നിട്ട് എന്താ പറയണ്ടത്, നമ്മളെ നാട് ഇങ്ങനെ മുടിഞ്ഞ് എന്നേ പറയാനുള്ളൂ. ഒരു പച്ചക്കറിയോ ഒരു കൃഷിയോ ഒന്നും ചെയ്യാനാവുന്നില്ല. ഇതിങ്ങനെ വന്ന് ഇലകളെല്ലാം തിന്ന് നശിപ്പിക്കലാണ്. അപ്പോൾ ഇതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കൃഷി വകുപ്പിലും എല്ലാം നമ്മൾ പറയുമ്പോൾ അവർ ഉപ്പിട്ട് കൊല്ലാനാണ് അധികം പറയുന്നത്. ഉപ്പിട്ട് കൊല്ലുകയെന്ന് പറയുമ്പോൾ ഈ വലുതിനെല്ലാം ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഉപ്പിട്ടാൽ അത് ചാകുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഒരുപാട് മഴയങ്ങ് പാറുമ്പോഴൊക്കെ തന്നെ വളപ്പ് നിറച്ചും പുല്ലുമ്മലും ഇങ്ങനെ ഈ കുഞ്ഞുങ്ങൾ പറ്റിയിട്ടാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാത്തിനും ഉപ്പിട്ട് കൊല്ലാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആകെ വിഷമത്തിലാണ്. അപ്പോൾ കൃഷി വകുപ്പിൽ പറഞ്ഞ സമയത്ത് പറഞ്ഞു അതിനൊരു മരുന്നുണ്ട്, പക്ഷേങ്കിൽ ആ മരുന്ന് ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ വെക്കുക വേണ്ടത്. അപ്പോൾ പട്ടികളും പൂച്ചകളെല്ലാം തിന്നാൽ അവർ ചത്തുപോകും, അത് ശ്രദ്ധിക്കണം എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ പിന്നൊരു മരുന്ന് പറഞ്ഞു തന്നെയാണ് ഈ തുരിശ് എന്ന് പറയുന്നത്. നമ്മൾ മൈച്ചിത്തൊന്നും പറയൂ. അപ്പോൾ തുരിശ് എന്ന് പറയുന്ന സാധനം വളപ്പിടിയിലാണ് ഉണ്ടാവുക. അതൊരു കല്ല് പോലത്തെ സാധനമാണ്. അപ്പോൾ പൊടിയും ഉണ്ട്, അതിൻ്റെ പൊടിയും ഉണ്ട്. അപ്പോൾ നമുക്കത് അറിയുന്നില്ല ഏതാണ് ഗുണങ്കി. അതിൻ്റെ പൊടിയും ഒരിക്കൽ നമ്മൾ കല്ല് വാങ്ങിക്കൊണ്ടുവന്ന് വെള്ളത്തിലിട്ടിട്ട് അതിനെ കൊണ്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് ചത്ത്. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ സമയത്ത് പോയി ആദ്യം പറഞ്ഞ സമയത്ത് അവർ ഈ പൊടിയാ തന്നത്. അപ്പോൾ നമുക്കറിയുന്നില്ല പൊടീനെ കൊണ്ട് ഗുണം ചെയ്യുമെന്ന് അറിയുന്നില്ല. അപ്പോൾ പൊടി വാങ്ങിക്കൊണ്ടുവന്ന് കലക്കി നോക്കുമ്പോൾ ഇത് ഒരൊറ്റ ചാവുന്നില്ല. അപ്പോൾ നോക്കുമ്പോൾ പിന്നെ പറഞ്ഞ് അതിൻ്റെ കല്ല് തന്നെ വാങ്ങണമെന്ന്. അപ്പോൾ നമ്മൾ കല്ല് വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഇത് ഇതിപ്പോൾ നമ്മൾ കൊല്ലാൻ വേണ്ടി നോക്കലാന്നേ. ഇതിൻ്റെ തലക്കിങ്ങനെ ഇതിനടിച്ചു കൊടുക്കുക. ഇതാ കല്ലാന്ന്. ഇത് കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ നല്ലോണം വീശിയാൽ മതി. അപ്പോൾ ഇവർ തല അപ്പടും പുറത്താക്കുന്നുണ്ടാ. അപ്പോൾ ഇത് വലിയവരെല്ലാം ഒരു കൊള്ളിയോ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് മറച്ച് വെക്കണം. ഇങ്ങനത്തെ ഒരു ശല്യമാണുള്ളത്. ഇവർ ഇനി ഇവർക്ക് അധികം ജീവനുണ്ടാവില്ല. അവർ ഇച്ചിരിന്നൊരു ഒച്ചയാക്കി അവർ ചാവും. അപ്പോൾ ഇങ്ങനെ കാണുന്നിടത്തല്ല ഇപ്പം തൈ തുറന്നിട്ട് കോലും വളാനും ഇട്ടിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ മേലെയെല്ലാം ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ കുഞ്ഞുങ്ങളെല്ലാം അപ്പാട് ചാകുന്നുണ്ട്. ഒരുപാട് ചത്തുപോയി. അപ്പോൾ ഇത് അറിയാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഉപ്പിട്ടിട്ട് എത്രയാണ് നമ്മൾ ഉപ്പിട്ട് കൊല്ലുക. അപ്പോൾ ഇതിന് എന്താന്ന് വേറെ മരുന്നൊന്നും നമുക്കറിയില്ല. ഇതാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഈ കല്ല് മാത്രം ഇട്ടിട്ടാകുമ്പോൾ ഗുണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കല്ല് ഇടുന്നത് ഞാൻ കാണിച്ചു തരാം. ദൂരോട്ട്. അപ്പോൾ ഇത് ഒരു അര കിലോ ആണ്. അപ്പോൾ ഇതൊരു 10 ലിറ്ററിലധികം വെള്ളമുണ്ട്. ഇത് 20 ലിറ്ററിൻ്റെതാണ്. നമ്മൾ ഒരുപാട് കലക്കി വെക്കലാണ്. വലിയ പറമ്പാണ്, അതുകൊണ്ട് ഈ എല്ലാടിയും എത്തണ്ടേ. വാഴ, ഇങ്ങനെ കുരുമുളക് വള്ളി, ഇതെല്ലാം ആണ് ഇവർ തിന്ന് നശിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇട്ട് വെക്കലാണ്. ഇട്ട് വെച്ചിട്ടാകുമ്പോൾ ഇത് പൊതിർന്നിട്ടാകുമ്പോൾ ഈ കല്ലെന്നെ വാങ്ങണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. പൊടി വാങ്ങിയിട്ട് ആക്കറ്. ഇപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് അലിയും. ഇപ്പം നല്ലോണം കൊള്ളിയെടുത്ത് ഇങ്ങോട്ടേക്ക് ദൂര. ഇപ്പം ഇതിൻ്റെ അകത്തുനിന്ന് ഇതിങ്ങനെ ഇട്ട് വെച്ചു. വൈകുന്നേരം ആകുമ്പോഴേക്ക് തന്നെ നല്ലോണം അലിഞ്ഞിട്ടാകുമ്പോൾ നമ്മളൊന്നിങ്ങനെ കൊള്ളിയിലിട്ട് ഇളക്കിയിട്ടാകുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എടുത്ത്
ഇപ്പോൾ എവിടെയാണ് കാണുന്നത് വെച്ചാൽ ഇതാ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ ഇതെല്ലാം വെറുതെ അടിക്കുന്നതിനൊന്നുമില്ല. ഈ കിണറിൻ്റെ അടുത്തെല്ലാം വരുന്നുണ്ട് അവർ. അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്തൊരു ഉത്തരവാദിത്തമാണത്. അപ്പോൾ അതിനെ കൊല്ലേണ്ടതാണ്. ഇതാണ് നമുക്ക് ഗുണം ചെയ്യുന്നത്. അപ്പോൾ ഈ പൊടി വാങ്ങറ് ആരും ഇത് ഒരുവിധ സ്ഥലത്തെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഈ പൊടി വാങ്ങറ് ഇതിൻ്റെ കല്ല് തന്നെ വാങ്ങിയിട്ട് 1/2 കിലോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 10 ലിറ്റർ വെള്ളത്തിൽ തന്നെ അവിടെ കലക്കി വെക്കുക. എന്നിട്ടാകുമ്പോൾ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെയുള്ളതിൽ നിറച്ചവിടെ വെച്ചാൽ നമ്മൾ എവിടെയും കാണുമ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് അടിച്ചു കൊടുക്കുകയും വേണ്ടു. അപ്പോൾ ഒരുപാട് ചത്തിട്ടുണ്ട്. ഇതിനെ കൊണ്ട് ഗുണം ചെയ്യുന്നുണ്ട്. എന്നാലും പരസ്യം പോകുമെന്നറിയില്ല. ഇത് ഇപ്പോൾ എന്തിനായിട്ട് വന്നതെന്നറിയില്ലല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടാൽ ഇതുള്ള നാട് ഒരുപാട് സ്ഥലത്തുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളെ കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ. അപ്പോൾ ഇത് കാണുന്നവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റും ഇത് ഷെയർ ചെയ്യണം. ഓരോ സ്ഥലത്തും ഉള്ളവർക്ക് ഇത് അറിയാത്തത് കൊണ്ട്. എന്നുവെച്ചാൽ ഈ പൊടി വാങ്ങറ് അതാണ് പ്രധാനം. ഈ തുരിശ് എന്ന് പറഞ്ഞിട്ട് വളപ്പീടിയെന്ന് വാങ്ങണം. ഇനി വേറെ എന്തോ ഒരു പേരും കൂടി ഉണ്ട്. എന്നാ വരുന്ന ഇതിൻ്റെ വേറെ പേര് കോപ്പർ സൾഫേറ്റ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.